എല്ലാവർക്കും നമസ്കാരം. ഗോതമ്പ് പൊടി വെച്ച് നല്ല സോഫ്റ്റ് ആൻഡ് ക്രിസ്പി ആയിട്ടുള്ള നല്ല ഫ്ലേവറുള്ള ഒരു ബിസ്ക്കറ്റാണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടമാകും ഈ ബിസ്ക്കറ്റ്. അപ്പോൾ ബേക്കറിയിൽ നിന്നൊന്നും വാങ്ങാതെ തന്നെ നല്ല ഫ്ലേവറുള്ള ഈ ബിസ്ക്കറ്റ് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ 1.5 കപ്പ് ഗോതമ്പ് പൊടി ഒരു ബൗളിലേക്ക് ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ ഉപ്പ് പൊടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഉപ്പ് പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ചേർക്കുന്നത്. ഇനി കുഞ്ഞു കുട്ടികൾക്കൊക്കെ കൊടുക്കാനുള്ള ബിസ്ക്കറ്റാണെങ്കിൽ ഈ ബേക്കിംഗ് പൗഡർ ഒഴിവാക്കി പകരം 2 ടീസ്പൂൺ നാരങ്ങാ നീരോ അല്ലെങ്കിൽ അല്പം തൈരോ ചേർത്ത് നമുക്കിത് മിക്സ് ചെയ്ത് വയ്ക്കാം. ഇനി ഒരു 1/2 കപ്പ് ബ്രൗൺ ഷുഗറാണ് എടുത്തിരിക്കുന്നത്. ഈ ബ്രൗൺ ഷുഗറിന് പകരം നമുക്ക് ശർക്കര ചീകിയത് വേണമെങ്കിലും ചേർക്കാം. അതിലേക്കൊരു 1/2 കപ്പ് നെയ്യ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നെയ്ക്ക് പകരം ബട്ടർ വേണമെങ്കിലും ചേർക്കാം. അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് നല്ല പഞ്ചസാരയുടെ തരികളൊക്കെ നന്നായിട്ടൊന്ന് അലിയുന്നത് വരെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല ഫ്ലേവറുള്ള ഈസി ആയിട്ട് തയ്യാറാക്കാവുന്ന ഈ ബിസ്ക്കറ്റാണ്. അപ്പോൾ അതിലേക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാനായിട്ട് നമുക്കൊരു 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. അതിന് പകരം ഏലക്ക പൊടിച്ചത് വേണമെങ്കിലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ വാനില എസൻസാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അത് ചേർത്ത് നന്നായിട്ട് പഞ്ചസാരയുടെ തരികളെല്ലാം ഇപ്പോൾ നന്നായിട്ട് അലിഞ്ഞു വന്നിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഗോതമ്പ് പൊടിയുടെ പകുതി നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഗോതമ്പ് പൊടിയുടെ പകുതി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പം ഈ ബിസ്ക്കറ്റ് നമ്മളിങ്ങനെ തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പം അവർക്ക് കൊടുക്കാൻ വളരെ എളുപ്പമായിരിക്കും. സന്തോഷത്തോടെ അവർ കഴിച്ചോളും. അപ്പോൾ അതിലേക്ക് നമുക്കൊരു 4 അല്ലെങ്കിൽ 5 ടേബിൾ സ്പൂൺ പാല് ചേർത്ത് കൊടുക്കാം. പാലും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൈകൊണ്ട് തന്നെ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കുഴച്ചെടുക്കാം. അപ്പം ഇനി ഇതിലേക്ക് നമ്മൾ ബാക്കി എടുത്ത് വെച്ചിരിക്കുന്ന ആ ഗോതമ്പ് പൊടി നമുക്ക് ഈ സമയം ചേർത്ത് കൊടുക്കാം. ഗോതമ്പ് പൊടിയും കൂടെ ചേർത്ത് കൈകൊണ്ട് നമ്മൾ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്നത് പോലെ നന്നായിട്ടൊന്ന് ഒരു 3-4 മിനിറ്റ് ഒന്ന് കുഴച്ചെടുത്ത് നല്ല മയമുള്ള ഒരു ഡോ ആയിട്ട് നമുക്കിത് കുഴച്ചെടുക്കാം. അപ്പോൾ ഒരുപാടങ്ങ് മുറുകിപ്പോകരുത്, അതുപോലെ ഒത്തിരി ലൂസാകുകയും ചെയ്യരുത്. ഒരു സോഫ്റ്റ് ഡോ ആയിട്ട് നമുക്ക് ഇങ്ങനെ കുഴച്ചെടുക്കാം. അപ്പോൾ ഞാനിത് നമ്മൾ ഇടിയപ്പമൊക്കെ ഉണ്ടാക്കുന്ന ആ ഇടിയപ്പത്തിൻ്റെ സേവനാഴിയിലാണ് ഞാനിത് പ്രസ് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ 2ആയിട്ട് നമ്മൾ ഈ മാവൊന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ബട്ടർ പേപ്പറിൻ്റെ നടുക്ക് ഈ ഡോ വെച്ചിട്ട് നമുക്ക് ചപ്പാത്തി പരത്തുന്ന ആ റോളർ വെച്ച് നമുക്ക് പരത്തി ഗ്ലാസ്സോ എന്തെങ്കിലും വെച്ച് നമുക്കിങ്ങനെ ബിസ്ക്കറ്റിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ ബേക്ക് ചെയ്യാനുള്ള ട്രേയിലേക്ക് ഒരു ബട്ടർ പേപ്പർ ഇട്ടിട്ടുണ്ട്. ഞാൻ ഈ അച്ച് വെച്ചാണ് ഉണ്ടാക്കുന്നത്. സേവനാഴിയിലേക്ക് നമുക്ക് ആ അച്ചിട്ടിട്ട് ഒരു ഉരുള മാവ് നമുക്കതിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഈ ബട്ടർ പേപ്പറിലേക്ക് നമുക്ക് ഓരോ പീസായിട്ട് ഇങ്ങനെ നമുക്ക് പ്രസ് ചെയ്തെടുക്കാം. അതല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ഇത് പരത്തി ചെറിയ ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഞാനിതെല്ലാം ട്രേയിൽ അടുക്കി വെച്ചിട്ടുണ്ട്. ഇനി ബേക്ക് ചെയ്യാനാണെങ്കിൽ 170 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ 15 മിനിറ്റ് കൊണ്ട് നല്ല ക്രിസ്പി ആയിട്ട് ബേക്കായി കിട്ടും. അതല്ല ഇനി ഗ്യാസ് സ്റ്റോപ്പിലാണ് നമ്മൾ ബേക്ക് ചെയ്യുന്നെങ്കിൽ അങ്ങനെയും നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല ഫ്ലേവറുള്ള ഈ ബിസ്ക്കറ്റ് തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ വിലയേറിയ കമൻസ് അറിയിക്കണം. താങ്ക് യു.